നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പലതരത്തിലുള്ള മയക്കുമരുന്നുകളും അതുപോലെയുള്ള മറ്റ് സംഗതികളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ വിലക്ക്. ചുമയുടെ മരുന്ന് എടുത്ത് കുടിച്ചതിന് എനിക്ക് 2 വർഷത്തെ വിലക്ക്. ഇതെന്തൊരു അനീതിയാണ്. തുടക്കത്തിൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയി. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ അതിനോടങ്ങ് അഡ്ജസ്റ്റഡ് ആവുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് എന്നെ പിന്തുണക്കും, എൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ ഇട്ടിട്ട് പോയിട്ടുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അതൊരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. പറയുന്നത് അർജൻറ്റീനക്കൊപ്പം വേൾഡ് കപ്പ് നേടിയ അലയാൻദ്രോ പപ്പു ഗോമസാണ്. യെസ്, പപ്പു ഗോമസ് ഇപ്പോൾ വിലക്കിൽ നിന്ന് മുക്തനായി വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ടോപ്പ് ടയർ ഫുട്ബോളിലല്ല, സെക്കൻഡ് ഡിവിഷനിലൊക്കെയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 2022 വേൾഡ് കപ്പിന് അർജൻറ്റീനയുടെ ടീമിൽ പപ്പു ഗോമസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ അറിയുന്നു, വേൾഡ് കപ്പിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് പിടിക്കപ്പെട്ടിരുന്നു എന്ന്. അത് യഥാർത്ഥത്തിൽ സെവിയയിൽ കളിക്കുമ്പോഴാണ് ആ ഉത്തേജക മരുന്നിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് വേൾഡ് കപ്പിന് അദ്ദേഹം ടീമിനോടൊപ്പം പോവുകയും ചെയ്തു. വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് തൊട്ട് മുമ്പാണ് അലയാൻദ്രോ പപ്പു ഗോമസ് ഡോപ്പിംഗ് ടെസ്റ്റിൽ പിടിക്കപ്പെട്ടു എന്നുള്ള സംഗതി അറിയുന്ന അദ്ദേഹം സ്കലോനിയുടെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് ഒഫീഷ്യലി പുറത്തു വന്നത് കുറേ നാളുകൾക്ക് ശേഷമെന്ന് മാത്രം. അങ്ങനെ 2023 അദ്ദേഹം ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സെവിയയിൽ തുടരാതെ, സെവിയ അദ്ദേഹത്തെ പിന്നെ അവിടെ നിർത്തുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അദ്ദേഹം മോൺസയിലേക്ക് പോകുന്നു. മോൺസയ്ക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് ആ ഒരു ഉത്തേജക മരുന്നിൻ്റെ സംഭവം ഒഫീഷ്യലായിട്ട് പുറത്തു വരികയും അദ്ദേഹം വിലക്ക് നേരിടുകയും ചെയ്തത്. അങ്ങനെ നീണ്ട വിലക്കിന് ശേഷം 2025 ഈ വർഷം അദ്ദേഹം അതിൽ നിന്ന് മുക്തനായി. ഇപ്പോൾ കാൽസിയോ പഡോവ എന്ന് പറയുന്ന ഇറ്റാലിയൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, താൻ ശരിക്കും തിരിച്ചറിഞ്ഞു ആരൊക്കെയാണ് കൂടെയുള്ളത്, ആരൊക്കെയാണ് തന്നെ കൈവിട്ട് കളഞ്ഞത്. വല്ലാത്തൊരു അനുഭവമായിരുന്നു, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്നുള്ളത്. ഹൂലിയൻ പോലോയോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അർജൻറ്റീനക്കാരനായിട്ടുള്ള ജേർണലിസ്റ്റാണ്, പാരീസിൽ താമസിക്കുന്ന ഹൂലിയൻ പോലോയോട് അദ്ദേഹം സംസാരിക്കുന്നു. അവരുടെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ ഡോപ്പിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട, സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, ആദ്യ മാസങ്ങളിൽ എനിക്ക് സസ്പെൻഷൻ കിട്ടിയ ആദ്യ മാസങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടേറിയതായിരുന്നു. കാരണം എന്തുകൊണ്ട് ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നു എന്ന് ഓർത്ത് ഞാൻ വല്ലാതെ ഉലഞ്ഞുപോയി. അതും എൻ്റെ കരിയറിൻ്റെ പീക്ക് നിൽക്കുന്ന സമയത്ത്, വേൾഡ് കപ്പ് നേടിയതിന് തൊട്ടു പിന്നാലെ. ലൈഫ് ചിലപ്പോൾ നമ്മളെ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ട്വിസ്റ്റുകളിലേക്കും ടേണുകളിലേക്കും കൊണ്ടുപോകും. എനിക്ക് ആ ഘട്ടത്തിൽ ഫുട്ബോളിനോട് തന്നെ ദേഷ്യമായിരുന്നു, ഈ സിസ്റ്റത്തോട് തന്നെ ദേഷ്യമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എന്നെ ഒരു വിക്ടിമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയായിരുന്നു ശ്രദ്ധിക്കണം എന്നുള്ളത്. ഞാൻ ആ ഒരു സിറപ്പ് എടുത്തങ്ങ് കുടിച്ചു ഒരു അസുഖം വന്ന സമയത്ത്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എനിക്ക് കിട്ടിയത് ആ സിറപ്പ്, കഫ് സിറപ്പ് എടുത്ത് കുടിച്ചതിന് 2 വർഷത്തെ കാലത്തെ വിലക്കാണ്. അതേസമയം കൊക്കൈനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വീഡോ ഒക്കെ ഉപയോഗിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്നതോ 6 മാസത്തെ മാത്രം വിലക്ക്. എനിക്ക് 2 വർഷത്തെ വിലക്ക്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞിൻ്റെ കഫ് സിറപ്പാണ് ഞാനപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലെടുത്ത് കുടിച്ചത്. എനിക്ക് അതുകൊണ്ട് പോയതോ 2 വർഷം. ആരാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്? എന്തായാലും എനിക്കത് അംഗീകരിച്ചേ പറ്റുമായിരുന്നുള്ളൂ. ആ വിലക്ക് സ്വയം ഉൾക്കൊള്ളാനേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റിൽ ഫൈറ്റിംഗ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പോരാടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പേര് ഡിസപ്പിയർഡായിപ്പോയി. കൂടെ നിൽക്കുമെന്ന് ഞാൻ കരുതിയ പലരും എന്നെ കൈവിട്ടു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവരും ഓരോ സിറ്റുവേഷനിൽ വരുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിലാണല്ലോ റിയാക്ട് ചെയ്യുക. പക്ഷേ അതോടൊപ്പം നല്ല രൂപത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് വന്ന ജനങ്ങളുമുണ്ട്. അവർ എന്നോടൊപ്പം നിന്നു. തീർച്ചയായിട്ടും അതിന് ഞാൻ അവരോട് നന്ദി പറയുകയാണ്. സോ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്നു. ചില നല്ല കാര്യങ്ങളുണ്ടായിരുന്നു, ചില സർപ്രൈസുകളുണ്ടായിരുന്നു, ബാഡ് സർപ്രൈസുകളുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ജീവിതം എന്നാണ് ഇപ്പോൾ അലയാൻദ്രോ പപ്പു ഗോമസ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.